ആരംഭിക്കുന്നു. നിങ്ങൾ അനുഭവിച്ചാലും. ഹിറ്റായോ? കൊള്ള ഹിറ്റായോന്നോ? ബമ്പറാ സാറേ, സൂപ്പറായിരിക്കേ. അടിപൊളി പടം, ഭയങ്കര മാസോടാണ്. നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നേക്കാളും അടിപൊളിയാണ്. പുഷ്പ താഴത്തില്ല, വേൾഡ് ഫയർ. താങ്ക്സ്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? എനിക്ക് ചെയ്യേണ്ടി വന്നു. ഒരു വാദം പടോടെ എന്തിനാണ് ഈ സിനിമ എടുത്തത്? എനിക്ക് കാര്യമായിട്ടും ചോദിക്കണേ. ഇതിനു മുമ്പ് ഇതേ ചോദ്യം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവന്റെയൊക്കെ തന്തയ്ക്ക് വിളിച്ചിട്ടേ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ഹാഫ് ഒക്കെ കണ്ടിരിക്കാൻ കൊള്ളാം. സെക്കൻഡ് ഹാഫ് എന്തോ എന്റെ പൊന്നോ, അങ്ങനെയൊക്കെ വഴിയില്ലോ. ഞാൻ കാണുമ്പോ പടം ഹിറ്റായിരുന്നല്ലോ. ഹിറ്റ് തന്നെ തലയ്ക്കാ കിട്ടേണ്ടത്. എത്ര പേര് വിളിച്ചെന്നറിയോ? ചവറ് പടമാണെന്നും പറഞ്ഞു. തെലുങ്ക് പടമായിട്ട് കണ്ടിരിക്കാൻ കൊള്ളാം. തെലുങ്ക് പടം ഒരു പടമായിട്ടേ കണ്ടിരിക്കാൻ കൊള്ളത്തില്ല. അങ്ങനത്തെ ലെവലിൽ എടുത്തിരിക്കുന്നത്. എങ്ങനത്തെ മൊത്തത്തില് പാൻ ഇന്ത്യൻ കോമഡി പടം. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? സാരി ലുക്കൊക്കെ അതാണ് മെയിൻ കോമഡി. ഇവനെ കൊല്ലണ്ട പന്നി. എന്തൊക്കെയായിരുന്നു തള്ളു? വില്ലാളി വീരനാണ്, വിക്രമാദിത്യ വരഗുണനാണ്, എന്റെ ഉമ്മമാടെ 16ആണ്. എന്തായാലും നാഷണൽ അവാർഡ് കിട്ടും. ഈ പടത്തിൽ നാഷണൽ അവാർഡ്. പോയോടത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. ആക്ഷൻ കോറിയോഗ്രാഫി ആരുടെ ചെയ്തത്? അവസാനത്തെ ക്ലൈമാക്സ് ഞാൻ ചിരിച്ച് ചത്ത്. അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസുകാരെ എനിക്ക് ഇടിക്കണം, ഇടിച്ചിടിച്ച് നിലം പരിശാക്കണം. എന്നിട്ട് ഞാൻ സ്ലോ മോഷനിൽ നടന്നു പോകും. അപ്പൊ തിയേറ്ററിൽ ഭയങ്കര ക്ലബ്സ് ആയിരിക്കും. എന്നാ കേട്ടോ, അത് രണ്ട് കൈയും കെട്ടി രണ്ട് കാലും കെട്ടി കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൊറിയാൻ പറ്റുമോ? ഒന്ന് മൂത്രം ഒഴിക്കാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ഒന്ന് ബാത്റൂം പോകുന്ന തൂറാൻ പോലും പറ്റൂല. ഉള്ള കാര്യം പോലെ ആ അല്ലു അർജുൻ 50 വരെ വന്നപ്പോഴത്തേക്ക് കറങ്ങി കടിക്കണം. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അടിപൊളി ഫൈറ്റ്, സൂപ്പർ ഫൈറ്റ് പ്രതീക്ഷ വന്നു. മോശം പറയുമല്ലോ, നല്ല ബെസ്റ്റ് അടി. ഭയങ്കര അടിപൊളി കോമഡി ആയിട്ടുണ്ട്. ആരുടെ കുറ്റായാലും ആകെ നാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ തെലുങ്കന്മാരത്തോട് ചോദിച്ചു നോക്കി, ചിലപ്പോൾ അവന്മാർ ചിലപ്പോൾ നല്ലതെന്ന് പറയും. പക്ഷെ എന്റെ പൊന്നെ, നാടകം തോറ്റു. നാടകം ഇത് നിന്റെ വിധി. സാരി എടുത്തുകൊണ്ടൊരു ഫൈറ്റ് ഉണ്ട്. എന്റെ പൊന്നെ, കാണേണ്ടത് തന്നെ. സുശീല, വണ്ടി എടുക്കടാ. ഹിന്ദുവായിരുന്നു. ഇതെങ്ങനാണ്? ഇതിപ്പം ഫയറാണോ? ഇടയ്ക്ക് ഫയറായി, ഇടയ്ക്ക് ഫയറായി, ഇടയ്ക്ക് ചവറുമായി. പോയി ഫഹദിനെ കണ്ടോണ്ടിരുന്നപ്പോ ഒരു ബോറും ഇല്ലായിരുന്നു. ഫഹദ് മാത്രമുണ്ട്. ഫഹദ് പറഞ്ഞ സീനെല്ലാം പൊളി, വേറെ ലെവല്. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? കിടക്കട്ടെ. KGF-ലോട്ട് പോവാനും ശ്രമിച്ചു, എന്നാൽ KGF-ലോട്ട് എത്തിയതും ഇല്ല. ഗണപതി, ഞാനാണ് കുറ്റക്കാരൻ. ഞാനാണല്ലോ ഈ കലാരൂപത്തിന് ഇങ്ങോട്ട് കയറ്റിയത്. ഫസ്റ്റ് പാർട്ടിന്റെ ഒരു സൈഡിൽ പോലും സിനിമ വെക്കാൻ കൊള്ളൂല. പറയണ്ട. എന്തൊക്കെയോ പ്രതീക്ഷ വന്നു. ഫഹദിനെയൊക്കെ വേറെ ലെവലിൽ ആളി കത്തിച്ചോണ്ടോ നശിപ്പിച്ചളഞ്ഞു. എന്നടാ പണി വെച്ചിരിക്കീങ്ക. പിന്നെ മന്ദാനേനെ ഒരു കിണർ വെട്ടി കുടിച്ചു മൂടണം. അത്രയ്ക്ക് ക്രിഞ്ച് ഫെസ്റ്റിവല്. എനിക്കിതൊന്നും കണ്ടുക്കാൻ പറ്റുള്ള. മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ആ സാരി എടുത്ത സീനൊക്കെ തിയേറ്റർ പൂരപ്പുറമ്പായി. പണം ഉണ്ടായിട്ട് സ്വന്തം ഭാര്യക്ക് ഈ സാരി കുത്ത ഒരു പിന്നു വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത പുഷ്പ. നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഈ പടം സജസ്റ്റ് ചെയ്യുക. വേറെ ഒന്നും പറയില്ല. വെറും കാട്ടവരോധം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ കുറച്ച് ഓവറല്ലേ? ഓവറാണ് സർ, കുറച്ചധികം ഓവറാണ്. രാഷ്മിക ആണെങ്കിലും അല്ലു അർജുൻ ആണെങ്കിലും നല്ല പോലെ വെറുപ്പിച്ചിട്ടുണ്ട്. ബ്രോ പറ്റുമെങ്കിൽ പോയൊന്ന് കാണണം. അത് നടക്കില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. എന്തോ ഒരു എലമെന്റ് അവിടെ മിസ്സിംഗ് ആണ്. സ്ക്രിപ്റ്റ് വൈസ് അത്ര ഇതല്ല. പുഷ്പ 3 ഉണ്ടെന്നാണ് മനസ്സിലായത്. എന്റെ പൊന്നോ വേണ്ട. കണ്ടെത്തണ്ട. ഐ ആം പുഷ്പകുമാർ. യു ക്യാൻ കോൾ മീ കുമാർ. നോ, ഐ വിൽ കോൾ യു പുഷ്പു. പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ, ഫയറാടാ. ഫിലിപ്പിന്റെ പറി. അയ്യോടാ, ചത്തുപോയി. ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ശേഷി എനിക്കില്ല. ഞാൻ ഇറങ്ങാ.